നാം അള്ളാഹുവിനെ മറക്കുകയും ദിക്റുകൾ ചൊല്ലാതിരിക്കുകയും ചെയ്താൽ എത്ര കണ്ട് നമ്മുടെ ദിക്റുകളിൽ കുറവ് വരുന്നുണ്ടോ അത്ര കണ്ട് ഈമാനിലും അമലു സ്വാലിഹാത്തുകളിലുമുള്ള തൗഫീഖ് നഷ്ടപ്പെടും. അതാണ് നസുല്ലാഹ ഫനസിയഹും. അവരല്ലാഹുവിനെ മറന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ മറന്നു. സൂറത്തു അൽ ഹശ്റിലെ 19-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ. വലാ തകൂനൂ, നിങ്ങൾ ഒരിക്കലും ആവരുത്. ആരെപ്പോലെ ആവരുത്? കല്ലദീന നസുല്ലാഹ്, അള്ളാഹുവിനെ മറന്നുപോയവരെ പോലെ. അപ്പോൾ എന്താ സംഭവിക്കുക? ഫഅൻസാഹും അൻഫുസഹും, അവരെ അള്ളാഹു അവർക്ക് തന്നെ മറപ്പിച്ച് കളയുന്നതാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഉത്തരവാദിത്തം മറക്കും. ഒരു മനുഷ്യൻ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, ഈ ദുനിയാവിൽ ചെയ്യാനുള്ളതും നാളെ പരലോകത്തേക്കുള്ളതുമായ ഒരുപാട് അമാനാത്തുകളിൽ വീഴ്ച വരുന്നത് ദിക്റുകൾ കുറയുമ്പോഴാണ്. കാരണം ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിത ലക്ഷ്യം മറന്നു പോകുന്നത് തനിക്ക് ജീവിതം നൽകിയ അള്ളാഹുവിനെ അയാൾ മറക്കുമ്പോഴാണ്. നിരന്തരം അള്ളാഹുവിനെ ഒരാൾ ഓർത്താൽ അയാളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടാകും. വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ, അള്ളാഹുവേ എൻ്റെ കാര്യം കണ്ണിമ വെട്ടുന്ന നേരം പോലും നീ എന്നെ ഏൽപ്പിക്കരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ. എന്ന് പറഞ്ഞാൽ ഒരു കണ്ണിമ വെട്ടുന്ന നേരം പോലും നമുക്ക് റബ്ബിൻ്റെ അനുഗ്രഹം വേണ്ട എന്ന് പറയുക സാധ്യമല്ല. അത്രമാത്രം ഓരോ സെക്കൻഡിലും അള്ളാഹുവിൻ്റെ തൗഫീഖ് ആവശ്യമുള്ളവരാണ് നാം. ആ തൗഫീഖ് നമുക്ക് ലഭിക്കുന്നത്, ഉത്തരവാദിത്വ ബോധമുള്ളവരായി നമ്മൾ മാറുന്നത്, ഇബാദാത്തുകളും മറ്റും ചെയ്യാൻ നമുക്ക് പ്രേരകമായി തീരുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അദ്കാറുകൾ വർദ്ധിപ്പിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ദിക്റിനെക്കുറിച്ച് പറഞ്ഞിടത്തിലൊക്കെ പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച പദം കസീറ, വദ്കുറുല്ലാഹ കസീറ. അള്ളാഹുവിനെ ധാരാളമായി ഓർക്കാനാണ്. കുറഞ്ഞ ഓർമ്മയൊന്നും പോരാ, ധാരാളമായി ഓർക്കണം. അപ്പോൾ ധാരാളമായി തൗഫീഖ് ഉണ്ടാകും.